പുറത്തുനിന്നും പൂട്ടിയ ബംഗ്ലാവ്. അകത്ത് മറ്റൊരു മൃതദേഹം. കൊലയാളി എങ്ങനെ അകത്തു കടന്നു? ജീവൻ ജോസും സംഘവും കണ്ടെത്തിയ രഹസ്യ വഴി അന്വേഷണത്തെ പുതിയ വഴിത്തിരിവിലേക്ക് എത്തിക്കുന്നു. അവസാനം കണ്ട അടയാളം ആരിലേക്ക് വിരൽ ചൂണ്ടുന്നു? നമുക്ക് നോക്കാം. കൊലയാളിയുടെ 94-ാം ഭാഗം. മഹേന്ദ്രനെ കണ്ണു കാണിച്ചതനുസരിച്ച് അയാൾ മുൻപിലേക്ക് നീങ്ങിച്ചെന്ന് അടുക്കള വാതിലിൻ്റെ കൈപിടി തിരിച്ചിട്ട് ഒന്ന് തള്ളി നോക്കി. അതിനും അനക്കമൊന്നുമില്ല. മുൻവശത്തെ വാതിൽ പോലെ തന്നെ അതും പുറത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കൊലയാളി ഇതിനകത്ത് കയറിയെങ്കിൽ അയാൾ ഏതു വഴിക്കായിരിക്കും കയറിയിട്ടുണ്ടാവുക? ഈനാസ് ചേട്ടനോട് ചോദിച്ചാൽ വേറെ വാതിലുകളുണ്ടോ എന്നറിയാം. ഈയൊരു വാതിലിൻ്റെ കാര്യമേ അയാൾ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകയില്ല. എങ്കിലും ജീവൻ ഈനാസ് ചേട്ടനോട് ചോദിച്ചു, ഈ 2 വാതിലുകളും തുറക്കാതെ അകത്തേക്ക് കടക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഈനാസ് ചേട്ടാ? മുകളിൽ കൂടിയോ മറ്റോ വാതിലുണ്ടോ? എന്തായാലും ഞങ്ങൾക്ക് വീടിനുള്ളിൽ കയറിയേ പറ്റൂ. ചവിട്ടിപ്പൊളിക്കണമെങ്കിൽ ചവിട്ടിപ്പൊളിക്കും. പക്ഷെ അത് അവസാനത്തെ മാർഗമായിട്ടേ ചെയ്യൂ. ഇനിയൊരു മാർഗമുള്ളത് നേരത്തെ പൂട്ടിയിട്ടിരിക്കുന്നത് തന്നെയാണ്. 1-ാം നിലയുടെ മുകളിൽ നിന്നും അകത്തേക്ക് ഇറങ്ങി വരാനുള്ള ഒരു വഴിയുണ്ട്. അതിൻ്റെ അവിടെ ഒരു വാതിലുണ്ട്. അതും പൂട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ അവിടെ കയറി നോക്കിയിട്ടില്ല. പുറത്തു നിന്നും ഏണി വെച്ചാൽ കയറി നോക്കാം. ഏണി വെച്ചാലേ കയറാൻ പറ്റുകയുള്ളൂ എങ്കിൽ കൊലയാളിയും ഏണി ഉപയോഗിച്ചിട്ടുണ്ടാകുമല്ലോ. എന്നാൽ കൊലയാളി കയറാൻ ഉപയോഗിച്ച ഏണി അവിടെ എവിടെയും കാണുന്നില്ല. ആ വാതിലാകാനും സാധ്യതയില്ല. വേറെ വാതിലുമില്ലല്ലോ. ഏണി എടുക്കാനും ആ വാതിലിൻ്റെ കാര്യം നോക്കാനുമായി ജോസിനെയും രഞ്ജിത്തിനെയും വിട്ടിട്ട് മഹേന്ദ്രനെയും കൂട്ടി ജീവൻ ജോസ് ആ വീടിന് ചുറ്റും പിന്നെയും നടന്നു. ഓരോ ജനലുകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് അവർ നടന്നത്. ആദ്യത്തെ 2-3 എണ്ണത്തിൽ മാറാല വിട്ടുമാറിയിട്ട് പോലുമില്ലായിരുന്നു. അങ്ങോട്ട് അടുക്കേണ്ട കാര്യമേ ഇല്ല. എന്നാൽ 3-ാമത്തെ ജനലിനടുത്തെത്തിയപ്പോൾ ജീവൻ നിന്നു. സൂക്ഷ്മമായി നിരീക്ഷിച്ചു. മാറാല ഒട്ടുമില്ല. ഇതുവരെ വന്ന് കണ്ട ഈ വീടിൻ്റെ ജനലുകളിൽ ഒരെണ്ണത്തിന് ചുറ്റും മാത്രമേ മാറാല പിടിക്കാതെ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഈ അടുത്ത കാലത്ത് അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ടെന്നാണ്. ജീവൻ സൂക്ഷ്മമായി അതിന് താഴെ ഭാഗം നിരീക്ഷിച്ചു. സിമൻറ്റിൻ്റെ പൊടി കിടക്കുന്നുണ്ട്. അതോടെ മഹേന്ദ്രനെയും കൂടി വിളിച്ച് അടുത്തേക്ക് വരുത്തിയിട്ട് ജനൽ സൂക്ഷ്മമായി ഒന്നുകൂടി നോക്കി. മെല്ലെ മെല്ലെ അനക്കി നോക്കിയപ്പോൾ അത് അനങ്ങുന്നുണ്ട്. അതോടെ അവർ അല്പം കൂടി ബലം പ്രയോഗിച്ചു. അപ്പോൾ ആ ജനൽ പുറത്തേക്ക് നീങ്ങി നീങ്ങി വന്നു. നല്ല ഭാരമുള്ള ജനലാണത്. അതുകൊണ്ട് അവർ 2 പേരും മാത്രം നോക്കിയാൽ അത് തകരാറുകളൊന്നുമില്ലാതെ എടുത്തു വയ്ക്കാൻ കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ട് രഞ്ജിത്തിനെയും ജോസിനെയും കൂടി അങ്ങോട്ട് വിളിച്ചു. അവർ മുകളിലേക്ക് കയറാൻ ഏണി കൊണ്ടുവന്ന് വച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവരോടൊപ്പം ഈനാസ് ചേട്ടനും കൂടി അങ്ങോട്ട് വന്നു. അവർ 5 പേരും കൂടിയാണ് ആ ജനൽ ശ്രദ്ധാപൂർവം ഇളക്കി പുറത്തേക്ക് എടുത്തു വെച്ചത്. അപ്പോൾ അകത്തേക്ക് കയറി പോകാനുള്ള സാവകാശമായി. ആവശ്യത്തിന് സ്ഥലമുണ്ട്. ഒരാൾക്കോ 2 ആൾക്കോ വേണമെങ്കിൽ ഒരുമിച്ച് അകത്തേക്ക് കയറി പോകാം. ഈ വഴി തന്നെ ആയിരിക്കണം കൊലയാളി അകത്തേക്ക് പോയിട്ടുണ്ടാവുക.
ജനലിന് തറയിൽ നിന്നും 3-4 അടി ഉയരമുണ്ടല്ലോ. സാധാരണ നിലയിൽ കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും കയറിയിട്ടുണ്ടാവുക എന്ന് നോക്കി. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന പേരമരം കണ്ടു. അതിൻ്റെ ഒരു കൊമ്പ് ഈ ജനലിനോട് ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ആ ജനൽ പെട്ടെന്നൊന്നും ആരും ശ്രദ്ധിക്കില്ല. പേരമരത്തിൻ്റെ കമ്പിലൂടെ ചവിട്ടിക്കയറി തന്നെ അവരെല്ലാവരും കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെയും അകത്തേക്ക് ആളുകൾ നടന്നുപോയ വഴി മനസ്സിലാക്കാൻ കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ബാക്കി എല്ലായിടവും പൊടിയും മാറാലയും നിറഞ്ഞു കിടക്കുകയാണ്. ആളുകൾ നടന്നുപോയ വഴിയിലൂടെ മാത്രം പൊടിയോ മാറാലയോ ഒന്നുമില്ല. മെല്ലെ മെല്ലെ പരിസരം ശ്രദ്ധിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങി. ആദ്യത്തെ ഒരു മുറിയിൽ നോക്കി. അതിൻ്റെ വാതിലുകൾ ചാരിയിട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും അതിനുള്ളിലേക്ക് ആരും കയറിയിട്ടില്ല. വീണ്ടും അവർ നടപ്പ് തുടർന്നു. മുറികൾ കുറേയേറെ ഉണ്ടല്ലോ. ഓരോന്നിലേക്കും ഓരോരുത്തരായി പോയി നിരീക്ഷണം നടത്തി. അവസാനമാണ് അവർ ഹാളിനോട് ചേർന്നുള്ള പ്രധാന മുറിയുടെ വാതിൽക്കൽ എത്തിയത്. അതിൻ്റെ വാതിലും ചാരിയിട്ടിരിക്കുകയാണ്. ചേർന്നടഞ്ഞു കിടക്കുന്ന ആ മുറിയുടെ വാതിൽ അവർ തുറന്നു നോക്കി. അകത്ത് കസേരയിൽ ഒരാൾ ഇരിക്കുന്നതാണ് ആദ്യം കാണുന്നത്. തിടുക്കത്തിൽ ആ മുറിയിലേക്ക് കയറാതെ അതിനകത്തുള്ളതും വാതിൽക്കലുള്ളതുമായ കാര്യങ്ങളൊക്കെ അവർ നിരീക്ഷിച്ചു. എവിടെയും പ്രത്യേകം സംശയകരമായ ഒരു പാട് പോലും കാണുന്നില്ല. കാൽപാദം പതിഞ്ഞ അടയാളമുണ്ട്. അടയാളങ്ങളിലും വ്യത്യാസം കാണുന്നില്ല. ഒന്നിലധികം ആളുകൾ ഒരേ വഴിയിലൂടെ തന്നെ ചവിട്ടിപ്പോയതുകൊണ്ട് പാദങ്ങളുടെ അടയാളങ്ങൾ വ്യക്തമല്ല. 2-3 ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകളോ അതുവഴി തന്നെ സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാൽ സഞ്ചരിച്ചതെല്ലാം ഒരേ വഴിയിലൂടെയാണ് എന്നതുകൊണ്ട് പാദമുദ്രകൾ വ്യക്തമായി ലഭിക്കില്ല. അതായിരുന്നു അവർ ആദ്യം ശ്രദ്ധിച്ചു നോക്കിയത്. മുറിക്കകത്ത് ഇരിക്കുന്നയാൾക്ക് ജീവനുണ്ടോ എന്ന കാര്യം നോക്കണമല്ലോ എന്നത് അപ്പോഴാണ് അവർക്ക് തോന്നിയത്. ശ്രദ്ധാപൂർവം അവർ മുറിയിലേക്ക് കയറി. മുറിയിലാകെ സാധാരണ ആരുടെയും മനം പഠിപ്പിക്കുന്ന ഗന്ധമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ചോരയുടെ ഗന്ധം സാധാരണക്കാർക്ക് സഹിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വന്നിരിക്കുന്നവർ പിന്നെ പരിചയമുള്ളവരാണല്ലോ. അതുകൊണ്ടാണ് അവർക്കതത്രയും തോന്നാത്തത്. അല്പം കൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ വന്ന വഴിയിൽ അവർ പ്രതീക്ഷിച്ചിരുന്നതും ഇത്ര കാലവും പലരിലും കണ്ടതുമായ അതേ രൂപമാണ് കസേരയിലിരിക്കുന്ന ആളിനും കാണുന്നത്. അയാളുടെ തല പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാനേയില്ല. ഇവനെയും അതുപോലെ തന്നെ തീർത്ത് കളഞ്ഞതാണല്ലോ സാറേ. ഒരു വ്യത്യാസവും മൊത്തത്തിൽ നോക്കുമ്പോൾ പറയാനില്ല. തല അവിടെ തന്നെ കാണും, കൊണ്ടുപോയിട്ടുണ്ടാവില്ല. ഒരേപോലുള്ള രംഗങ്ങൾ കണ്ടു മടുത്തതുകൊണ്ടാണോ അതോ ഇയാളെ പോലും രക്ഷപ്പെടുത്താൻ കഴിയാത്തതിനുള്ള നിരാശ കൊണ്ടാണോ ജോസ് മാത്യു അങ്ങനെ പറഞ്ഞത് എന്നറിയില്ല. മനം മടുപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. കസേരയുടെ ചുറ്റിലും ചോര തളം കെട്ടി കിടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ എന്തോ പോലെയാകും. കസേരയിൽ കെട്ടി ഇരുത്തിയതിന് ശേഷം പിന്നിൽ നിന്നും കത്തി പ്രയോഗിച്ചതാകാനാണ് സാധ്യത. ഇതിന് മുൻപുള്ള കേസുകളിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. ഒരേ രീതികളാണ് കൊലയാളി പിന്തുടരുന്നത്. എങ്കിലും ചില നേരിയ വ്യത്യാസങ്ങൾ കാണാറുള്ളതാണ്. അതും ഇനി വിശദമായ പരിശോധനയിൽ കണ്ടുപിടിക്കാം എന്ന് മാത്രം. കൊല്ലപ്പെട്ടയാൾ ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ബാക്കി പ്രൊസീജിയറുകളും കൂടി പൂർത്തിയാകണം. എങ്കിൽ പോലും അത് സോണി ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ജീവൻ അന്വേഷിക്കുന്ന അടയാളം ഒറ്റനോട്ടത്തിൽ കണ്ടില്ല. കൂടുതൽ നോക്കാൻ നിൽക്കുന്നതിന് മുൻപ് തന്നെ ജീവൻ ജോസ് പുറത്തേക്ക് ഇറങ്ങി. ബാക്കിയുള്ളവരെല്ലാവരും വാതിൽക്കൽ നിലയുറപ്പിക്കുകയും ചെയ്തു. വിവരങ്ങൾ അറിയിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം അറിയിക്കണമല്ലോ. എന്നിട്ട് വേണമല്ലോ ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചെയ്യാൻ. ആദ്യം തന്നെ മോഹനൻ സാറിനെ വിളിച്ചു കാര്യം പറഞ്ഞു. സന്ദേശം വന്നതു മുതൽ ഇവിടെ വന്നതുവരെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അവൻ അവൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കി. നമുക്കത് തടയാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇപ്പോഴും അവൻ പുറത്തു തന്നെയാണ്. പുതിയ ശത്രുക്കൾ ഉണ്ടായെങ്കിൽ ഇതേ പ്രവൃത്തികൾ കൂടുതൽ കൃത്യതയോടെ അവൻ ഇനിയും നടത്തിക്കൂടായികയില്ലല്ലോ. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കട്ടെ. അതിനുള്ള വിവരങ്ങൾ അറിയിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം അറിയിക്കുകയും ചെയ്യട്ടെ. ഞാൻ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് വിവരങ്ങൾ കൊടുക്കേണ്ട മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം വിവരങ്ങൾ അറിയിച്ചത്. ഫോറൻസിക് വിദഗ്ധർ കൂടി എത്തിയതിന് ശേഷം മാത്രമേ മുറിയിലേക്ക് പ്രവേശിക്കേണ്ടൂ എന്നായിരുന്നു ജീവൻ തീരുമാനിച്ചത്. ഈനാസ് ചേട്ടൻ വിവരം അറിഞ്ഞതുകൊണ്ട് അയാളിലൂടെ പുറമേയുള്ള മറ്റാളുകൾ അറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുൽപ്പള്ളി സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരമറിയിച്ചു. ഉള്ള ഫോഴ്സ് അവിടെ എത്തണമെന്നും ആളുകൾ ഇങ്ങോട്ട് കയറാതെ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നും അറിയിച്ചു. അവിടെ നിന്നും അവർ എങ്ങോട്ടായിരിക്കും പോയതെന്നും എങ്ങനെയാണ് അവിടെ വരെ വന്നതെന്നും അറിയാനായിട്ടാണ് കുരുമുളക് തോട്ടത്തിലൂടെ ജീവൻ വെറുതെ നടന്നുകൊണ്ടിരുന്നത്. പറമ്പിൻ്റെ അതിർത്തിയിൽ വരെ എത്തി. മണ്ണിൽ വെറുതെ നോക്കിയതാണ്. അപ്പോൾ അവിടെ എന്തോ കിടക്കുന്നത് അയാൾ കണ്ടു. അതെന്തായിരിക്കും? അന്വേഷണത്തെ സഹായിക്കുന്ന എന്തെങ്കിലും തെളിവുകളായിരിക്കുമോ? ജീവൻ കണ്ടെത്തിയ ആ തെളിവ് കൊലയാളിയിലേക്ക് എത്തിക്കുന്ന ആദ്യത്തെ വലിയ സൂചനയാകുമോ? ഉത്തരവുമായി അടുത്ത ഭാഗം മറ്റന്നാൾ ഇതേ സമയം കേൾക്കാം.